അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അതാ രാവിലെ രണ്ടുപേരും കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും, പുതച്ചുമൂടി കിടന്നുറങ്ങാൻ നല്ല സുഖമല്ലേ. അപ്പോൾ ഞാൻ വെള്ളവും എല്ലാം നിറച്ചങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ജീരകവെള്ളം കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് പയ്യെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ദേ ചെറുതായിട്ട് കോള് കൂടി വരുന്നുണ്ട് വീണ്ടും. പക്ഷേ അതിനുശേഷം വലുതായിട്ട് പെയ്തില്ല കേട്ടോ, അങ്ങ് മഴ മാറിയായിരുന്നു. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളിലേക്ക് അങ്ങ് പോയി. ദോശയും അതുപോലെ തന്നെ ഉള്ളി സാമ്പാറുമാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അതാ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു കഷ്ണം വെളുത്തുള്ളി ചേർക്കും കേട്ടോ. വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇച്ചിരി കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പരിപ്പും അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ കൂടെ ഒന്നിച്ചിടുക കേട്ടോ കുക്കറിൽ. എന്നിട്ട് നമ്മുടെ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 2 വിസിൽ സാമ്പാർ റെഡി. അപ്പോൾ രാവിലത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. ഇവിടെ പിന്നെ ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് നമ്മുടെ ബെല്ലൂസിനായാൽ പോലും ദോശ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ദോശ എന്ന് കേട്ട് കഴിഞ്ഞാൽ കക്ഷി തുടങ്ങും ബഹളം. പിന്നൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു ലൈറ്റർ കേട്ടോ. ഇവിടെ ഗ്യാസ് പിന്നെ നമ്മൾ സാധാ ലൈറ്റർ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം അധികം കാലം അത് നിൽക്കത്തില്ല കേട്ടോ. അത് പിന്നെ പെട്ടെന്ന് കേടായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചാർജബിൾ ആണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനും നല്ല സുഖമാണ് കേട്ടോ. അധികം വെയിറ്റ് ഒന്നുമില്ല. പിന്നെ കണ്ടില്ലേ, എളുപ്പമുണ്ട്. മറ്റേതുപോലെ ഇട്ട് ടപ്പേന്നുള്ള അടിക്കുകയൊന്നും വേണ്ട. അങ്ങനെ ദോശ ചുട്ടെടുത്തു. ഇവിടെ പിന്നെ ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അത് നമ്മുടെ ബെല്ലൂസിൻ്റെ കാര്യമാണെങ്കിലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ദോശ ചുടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾ കുര നിർത്തൂലാന്ന്. അപ്പോൾ ദോശയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി സാമ്പാറും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കുട്ടികൾ കഴിക്കാനായിട്ട് വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മളൊരു ഉഴുന്ന് പൊടിയാണ്, ഉഴുന്ന് പൊടി ചമ്മന്തി ഉണ്ടല്ലോ, അതാണ്. അതപ്പം എണ്ണയിൽ ചാലിച്ച് വെച്ചേക്കുക. ഇതും വലിയ ഇഷ്ടമാണ്. അപ്പോൾ രണ്ടുപേരും കണ്ടോ നല്ല തൃപ്തിയായിട്ടിരുന്ന് കഴിക്കുകയാണ്. പിന്നെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഇത് നമ്മളെ വാഴച്ചുണ്ടാണ്. അപ്പോൾ കൂമ്പെന്ന് പറയും, വാഴക്കൂമ്പ്, അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സത്യം പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനത് പയ്യെ അരിഞ്ഞെടുക്കുകയാണ്. ഒരെണ്ണം അല്ല 2 എണ്ണം ഉണ്ടായിരുന്നു, തീരെ ചെറുതായിരുന്നു കേട്ടോ. ഇതേ ഞങ്ങളുടെ ചേച്ചി തന്നതാണ് എനിക്ക്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങളുടെ ചേച്ചിയുണ്ട്, ബിൻസി ചേച്ചി തന്നതാണ്. അപ്പോൾ ഞാനത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല കണക്കൊന്ന് കഴുകിയിട്ട് അരിഞ്ഞിട്ടേ കുറച്ച് വെളിച്ചെണ്ണ തീർത്തിട്ട് നല്ല കണക്കൊന്ന് തിരുമ്മി കഴിയുമ്പോഴത്തേനും അതിൻ്റെ കറ അങ്ങ് ഇതാവും. നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അരിഞ്ഞിട്ട് കറ കളഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പകുതി മുക്കാലും അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, നമ്മൾ അരിഞ്ഞത് ഫുള്ള് കിട്ടുകയും ചെയ്യും, അതിൻ്റെ കറ മാറി കിട്ടുകയും ചെയ്യും. എന്നിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുകിടുന്നുണ്ട്. ഇത് ഉഴുന്ന് ഇതുപോലെ കടുക് വറുത്തിട്ട് നമ്മൾ ഈ വാഴക്കൂമ്പ് ഇട്ടിട്ട് സാധാരണ തോരൻ വെക്കുന്ന കണക്ക് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ അതും ടേസ്റ്റാണ്. എന്നിരുന്നാലും ഇന്ന് ചെറുപയറിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വാഴക്കൂമ്പ് അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അതങ്ങ് ഒന്ന് മൂടി വെച്ച് വെക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, തീ കുറച്ച് വെച്ചാൽ മതി. അതിൻ്റെ അകത്തുനിന്ന് ഇച്ചിരി വെള്ളം ഉണ്ടല്ലോ, അത് ഇറങ്ങി അങ്ങ് വെന്തോളും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങ് വെക്കാം. വളരെ നല്ല ഗുണമുള്ളൊരു സാധനമല്ലേ വാഴച്ചുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ചെറുപയറും കൂടെ ചേർത്ത് വെക്കുമ്പോഴത്തേനും ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടും. പ്രോട്ടീനല്ലേ ചെറുപയർ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ഒന്ന് അടച്ച് വെച്ചങ്ങ് വേവിക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് സത്യം പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ്. നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. പിന്നെ പയ്യെ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ ഒരിക്കലും കൈവിടുന്നില്ല. അപ്പോഴത്തേനും അതൊന്ന് എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കുന്നേ. ഇതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടെ അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഒരു വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അതിപ്പം വലിയ വെളുത്തുള്ളിയാണ്ട് 1 കഷ്ണം ചേർത്തു, അല്ലെങ്കിൽ നമുക്ക് 2-3 കഷ്ണം അല്ലി ചേർക്കാം.
കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ജീരകവും. കുരുമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു എരിക്ക് വേണ്ടി ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു സുഖം. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇതിൽ വേറെ പച്ചമുളക് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എരിക്ക് വേണ്ടി ഞാനിത്തിരി കുരുമുളക്, ചിലർ മുളക് പൊടി ചേർക്കുന്നവരുണ്ടാവും, മുളക് പൊടി ചേർത്താലും മതി. എന്നിട്ട് നമ്മുടെ അരപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് അതങ്ങ് റെഡിയാക്കി എടുക്കാമേ. അരപ്പ് വേവാൻ വേണ്ടി ഒരു കുറച്ച് നേരം ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കാം. തീ സിമ്മിലിട്ടിരുന്നാൽ മതി. ദാണ്ട് അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഉലർത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്വാദിഷ്ടമായ കൂമ്പ് തോരൻ റെഡിയാണ്. അപ്പോൾ പിന്നെ എന്താണ് പറഞ്ഞത്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എന്നിരുന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധം വീഡിയോ ഇട്ട് പോകുന്നുണ്ട് കേട്ടോ. കാര്യം എന്നോട് പോസിറ്റീവായിട്ട് ചോദിക്കുന്ന കുറേ പേരുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ്, എന്താ ഇന്ന് ഇട്ടില്ലല്ലോ, വീഡിയോ കണ്ടില്ലെങ്കിൽ അങ്ങനെ ചോദിക്കും കേട്ടോ. പിന്നെ വേറെ ചിലരും ഉണ്ട് കേട്ടോ, എന്തിനാണിങ്ങനെ, എന്ത് ഗുണം, ഒന്നും ആവാൻ പോണില്ല, അങ്ങനെ ഇങ്ങനെ പറയണവരും ഉണ്ട്, നിരുത്സാഹപ്പെടുത്തുന്നവരും ഉണ്ട്. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും കേൾക്കണമല്ലോ, അപ്പോൾ നമ്മളത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ അതാ ഉണക്കമീനും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഉച്ചയൂണിന് ഈ നമ്മുടെ ഉള്ളി സാമ്പാറും അതുപോലെ തന്നെ നല്ല കൂമ്പ് തോരനും അതുപോലെ നമ്മുടെ ഉണക്കമീൻ വറുത്തതുമായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പം ഒരിത്തിരി പാലട ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം 2-3 ദിവസമായിട്ട് പിള്ളേർ പറയുന്നു പായസം ഉണ്ടാക്കി കൊടുക്കാൻ. എനിക്ക് ഇത്തിരി വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മടിച്ചതാണ്. അപ്പോൾ പിന്നെ ഇന്ന് പിന്നെ ഞാനങ്ങ് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ചിട്ട് കുട്ടികൾ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണാം കേട്ടോ.